സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വാട്സപ്പിൽ വന്ന ദുഃഖകരമായ, മനസ്സിനെ അങ്ങേയറ്റം നൊമ്പരപ്പെടുത്തുന്ന ഒരു ടെക്സ്റ്റാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് സുൽത്താൻ എന്ന 12 വയസ്സുകാരൻ ട്രീറ്റ്മെന്റിലായിരിക്കെ ഇന്നലെ രാത്രിയാണ് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിയത്. 12 വയസ്സുകാരന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ രോഗത്തിന്റെ അവസ്ഥ നോക്ക് നിങ്ങൾ. 30, 40, 50, 60 വയസ്സുവരെ വലിയ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ശാരീരികമായ അസ്വസ്ഥതകളോ വേദനകളോ ഒന്നും അനുഭവിക്കാതെ ചെറിയ ചെറിയ മരുന്നുകളിലൂടെ നമ്മുടെ നിത്യജീവിതം കടന്നു പോകുമ്പോൾ അള്ളാഹുവിനെ നമ്മൾ ഓർക്കാറുണ്ടോ? അള്ളാഹു നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ശാരീരികമായും നൽകിയിട്ടുള്ള ആഫിയത്തിനെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? പള്ളിയിലേക്ക് കയറി വരുമ്പോൾ മൻസൂർക്ക പറഞ്ഞു, അമ്മാവിന് തീരെ സുഖല്ല, വലിയ പ്രയാസത്തിലും ശാരീരികമായ വേദനകളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയാണ് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നത്. പക്ഷേ വീണ്ടും രോഗം മൂർച്ഛിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രോഗം എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നൽകിയ ആഫിയത്തിനെ കുറിച്ച്, സൗഖ്യത്തെക്കുറിച്ച് ഞാനും നിങ്ങളും എപ്പോഴെങ്കിലും ഗഹനമായി ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമുക്ക് അറിയുന്നവരും അറിയാത്തവരുമായിട്ടുള്ള ഒട്ടനവധി ആളുകളിൽ നാം കേൾക്കുന്ന എത്ര രോഗത്തിന്റെ വാർത്തകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അസ്ഹത്തു താമ്മ, പരിപൂർണമായ സമ്പൂർണമായ ആരോഗ്യത്തെക്കുറിച്ച്, ആഫിയത്തിനെ കുറിച്ച് എന്തുകൊണ്ടാണ് ഞാനും നിങ്ങളും ചിന്തിക്കാത്തത്? സഹോദരങ്ങളെ, അദ്ദിഫാഉല്ലാഹു അനിൽ അബ്ദി, ഒരു അടിമക്ക് അള്ളാഹുവിന്റെ ശാരീരികമായ ആഫിയത്തോടുകൂടിയുള്ള ഒരു സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ആ ആഫിയത്തിലാണ്, ആ സംരക്ഷണയിലാണ് ഞാനും നിങ്ങളും ഈ ദുനിയാവിൽ ഇങ്ങനെ സുന്ദരമായി സന്തോഷത്തോടെ വലിയ പ്രതിസന്ധികളൊന്നുമില്ലാതെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. അഹ്ലുലമാക്കളായ ആളുകൾ ഇപ്രകാരം പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഹിയ തഅമീനുല്ലാഹു വഹിഫ്ളുഹു ലിഅബ്ദിഹി മിൻ കുല്ലി നിഖമത്തിൻ വമിഹ്നത്തിൻ ബിസ്സർഫി സൂഇ അൻഹു വബിഹായതിഹി മിനൽ ബലായ വൽ അസ്ആം വഹിഫ്ളുഹു മിൻ ശുറൂരി വൽ ആതാമി. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലാഹു നൽകുന്ന നിഅമത്ത്, അല്ലാഹു നൽകുന്ന റഹ്മത്ത്, അല്ലാഹു നൽകുന്ന ഐശ്വര്യം, അല്ലാഹു നൽകുന്ന സൗഖ്യം എന്ന് പറയുന്നത് എല്ലാ കഷ്ടതകളിൽ നിന്നും നാശനഷ്ടങ്ങളിൽ നിന്നും ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന പ്രതികൂലമായ എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമക്ക് നൽകുന്ന നിർഭയത്വവും സംരക്ഷണവുമാണ് എന്ന്. മാത്രമല്ല, ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന മോശമായ അപകടങ്ങളിൽ നിന്നും ആ അപകടങ്ങളെ വഴിതിരിച്ചു വിട്ടുകൊണ്ടും, ഇനി എന്തെങ്കിലും പരീക്ഷണങ്ങൾ, അത് രോഗമാകാം, മരണമാകാം, അല്ലെങ്കിൽ സാമ്പത്തികമായ നാശനഷ്ടങ്ങളാകാം, ഇനി അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്ന ഐശ്വര്യങ്ങളിൽ കുറവ് വരുത്തിക്കൊണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നാം നേടിക്കൊണ്ടിരിക്കുന്ന മഈശത്തിൽ, റിസ്ക്കിൽ, നമ്മുടെ ഉപജീവന മാർഗങ്ങളിൽ കുറവ് വരുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അത് പൂർണ്ണമായി ഇല്ലായ്മ ചെയ്തുകൊണ്ടോ ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാകാം. സഹോദരങ്ങൾ, അത്തരത്തിലുള്ള എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ആഫിയത്ത് എന്ന് പറയുന്നത്, സൗഖ്യം എന്ന് പറയുന്നത്. ആ ആഫിയത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ആ ആഫിയത്തിന് അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കണം. ഇനി ആഫിയത്തിന്റെ മറ്റൊരു നിർവചനമായി അഹ്ലുലമാക്കൾ പഠിപ്പിക്കുന്നത് വഹിഫുല്ലുഹു, അവൻ അള്ളാഹു സംരക്ഷണം നൽകലാണ്. മിനശ്ശുറൂരി വൽ ആതാമി, അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് തിന്മകൾ സംഭവിക്കുന്നതിൽ നിന്നും പാപങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിന്നും അള്ളാഹു അവനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ആഫിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. എന്താണ് സൗഖ്യം? അയൽവാസിയുടെ 2 നിലയുള്ള വിശാലമായ വീട് നോക്കിയിട്ട് ഇങ്ങനെ നെടുവീർപ്പെട്ടിട്ട് ആശങ്കപ്പെട്ടിട്ട്, പഠിച്ചവനെ അങ്ങനത്തെ ഒരു വീടില്ലല്ലോ എന്ന് സങ്കടപ്പെടലാണോ? അല്ലെങ്കിൽ നമ്മുടെ അയൽവാസി, നാട്ടിലുള്ള ഒരാള് നല്ല വില കൂടിയൊരു വാഹനത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആ വാഹനം പോകുന്നത് ഇങ്ങനെ വിദൂര ദിക്കിലേക്ക് ഇങ്ങനെ കണ്ണും തട്ടിയിരുന്ന്, പഠിച്ചവനെ അങ്ങനത്തെ ഒരു വാഹനത്തിൽ ഞാൻ എപ്പോഴാ പോവാ, അങ്ങനത്തെ ഒരു വാഹനം എപ്പോഴാ എൻ്റെ വീടിൻ്റെ മുറ്റത്തുണ്ടാവുക എന്ന് ആശങ്കപ്പെടലാണോ സഹോദരങ്ങളെ ആഫിയത്ത് എന്ന് പറയുന്നത്?
അല്ലല്ലോ പ്രിയപ്പെട്ടവരെ. സഹോദരങ്ങൾ, മഹാനായ സ്വാലിഹ് ദിമഷ്കി റഹിമഹുല്ല തൻ്റെ മകന് പഠിപ്പിച്ചു കൊടുക്കാണ് എന്താണ് ആഫിയത്ത്. ഇദാ മർറ ബിക യൗമൻ വലൈല ഖദ് സല്ലമ ഫീഹിമാ ദീനുക വജിസ്മുക വമാലിക വഖിയാലുക. മോനെ, നിന്റെ ദീനും നിന്റെ മതപരമായ കാര്യങ്ങളും നിന്റെ ശാരീരികമായ അവസ്ഥകളും നിന്റെ സാമ്പത്തികമായ നിന്റെ ഐശ്വര്യങ്ങളും നിന്റെ ഉപജീവനവും അതുപോലെ തന്നെ നിന്റെ കുടുംബവും സുരക്ഷിതമായി പ്രയാസങ്ങളില്ലാതെ ബുദ്ധിമുട്ടുകളില്ലാതെ ആശങ്കകൾ അനുഭവിക്കാതെ പ്രതിസന്ധികളൊന്നുമില്ലാതെ ഒരു രാപ്പകൽ ഒരു രാത്രിയും ഒരു പകലും നിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയാൽ, അത് സുരക്ഷിതമായാൽ, ആ ജീവിതത്തിൽ ആഫിയത്ത് ലഭിച്ചാൽ, മോനെ, അതാണ് നിന്റെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ നിഅ്മത്ത്, ഏറ്റവും വലിയ ആഫിയത്ത് എന്ന് പറയുന്നത് അതാണെന്ന് മഹാനായ സ്വാലിഹ് ദിമഷ്കി റഹിമഹുല്ല തൻ്റെ മകന് പഠിപ്പിച്ചു കൊടുക്കാൻ. കുടുംബപരമായി, സാമ്പത്തികമായി, ശാരീരികമായി സ്വസ്ഥത ലഭിക്കാത്ത പ്രയാസത്തോടുകൂടി കടന്നു പോകുന്ന എത്ര ആളുകൾ ഇന്ന് നമ്മൾ ജീവിക്കുന്ന വീടിൻ്റെ ചുറ്റുഭാഗങ്ങളിൽ ജീവിക്കുന്നുണ്ട്, നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്, നമ്മുടെ നാടിൽ ജീവിക്കുന്നുണ്ട് സഹോദരങ്ങളെ. അപ്പോൾ സ്വസ്ഥതയോടെ, ആരോഗ്യത്തോടെ, ആഫിയത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു സംവിധാനം, ഒരു സാഹചര്യം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തരുന്നുണ്ടോ സഹോദരങ്ങളെ? എങ്കിൽ അതാണ് ഏറ്റവും വലിയ ആഫിയത്ത്. ഇല്ലാത്തതിനെയും കിട്ടാത്തതിനെ കുറിച്ചാണ് നമ്മുടെ വേവലാതി. മറ്റുള്ളവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്തിട്ടാണ് നമ്മൾ കരയുന്നത്. പക്ഷേ അള്ളാഹു നമുക്ക് തന്ന ആഫിയത്തിനെ കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടോ സഹോദരങ്ങളെ? ഒരു ചെവി കേൾക്കാതായാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സഹോദരങ്ങളെ? ശരീരത്തിൽ ഒരല്പം മുറിവ് വരുമ്പോഴേക്കും നമുക്കുണ്ടാകുന്ന വേദനയും പ്രയാസവും എത്രയാ സഹോദരങ്ങൾ. എങ്കിൽ ഇതൊന്നുമില്ലാതെ ചെറിയ ചെറിയ ടാബ്ലറ്റുകൾ കഴിച്ച് നമുക്കൊക്കെ പരാതിയും പരിഭവമാണ്, തീരുന്നില്ല. എനിക്ക് ഷുഗറുണ്ട്, പ്രഷറുണ്ട്, അങ്ങനെ പരിഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക സഹോദരങ്ങളെ. ഇതിനേക്കാളും വലിയ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ നമുക്കറിയാം. ഈ അടുത്ത കാലത്താണ് തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൽ രോഗിയായി ക്യാൻസർ ബാധിച്ച് അഡ്മിറ്റായിട്ട് അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോയത്. അങ്ങനെ സന്ദർശിക്കാൻ പോയി അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. സഹോദരങ്ങളെ, അദ്ദേഹത്തിൻ്റെ വലത്തെ കാല് മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ആ മുറിക്കപ്പെട്ട ഭാഗത്തിൽ നിന്നും പ്രിയപ്പെട്ട വിശ്വാസികളെ, ആ മുറിച്ച് മാറ്റപ്പെട്ട ആ മുട്ടിൻ്റെ ഭാഗത്ത് ഇങ്ങനെ തുണിശീലകൾ കൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്, മെഡിസിൻ്റെ തുണിശീലകൾ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ആ ഭാഗത്ത് നിന്ന് സഹോദരങ്ങളെ ചെറിയ ചെറിയ പൊഴിക്കൾ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരികയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹു നൽകിയ ആഫിയത്തിനെ എന്താണ് നമ്മൾ തിരിച്ചറിയാൻ പറ്റാത്തത്? എന്തെന്ത് അനുഗ്രഹങ്ങളാണ് സഹോദരങ്ങളെ അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഈ ശാരീരികമായ അവസ്ഥകളിൽ നൽകിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ? നീ സുരക്ഷിതമായി നിന്റെ കുടുംബവും നിന്റെ ശരീരവും നിന്റെ ജോലിയും നിന്റെ ഒരു ദിവസവും സന്തോഷമായി സംരക്ഷിക്കപ്പെട്ട് കടന്നുപോയ അതേ ദിവസം നീ ജീവിക്കുന്ന നാട്ടിൽ, നീ ജീവിക്കുന്ന രാജ്യത്ത് തന്റെ മതപരമായ വിശ്വാസം സംരക്ഷിക്കപ്പെടാൻ കഴിയാതെ ദുർബലപ്പെട്ടുപോയ എത്ര ആളുകൾ മോനെ, നീ ജീവിച്ച സുരക്ഷിതമായി ജീവിച്ച ആ ദിവസം ഈ ലോകത്ത് കടന്നുപോയിട്ടുണ്ട് മോനെ. മാത്രമല്ല അവിടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്. ഈ അടുത്ത ദിവസം UP-യിൽ ഉത്തർപ്രദേശത്തില് കജ എന്ന പ്രദേശത്ത് 80ഓളം നമ്മുടെ കൂടപ്പിറപ്പിങ്ങളായ മുസ്ലിം സഹോദരങ്ങളുടെ വീടുകൾ, സ്വത്തുക്കൾ നശിപ്പിക്കപ്പെട്ട സഹോദരങ്ങളെ വാർത്തയിൽ വായിച്ചില്ല സഹോദരങ്ങളെ. അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രയാസം നമ്മൾ ജീവിക്കുന്ന ഈ നാട്ടിലുണ്ടോ? ഇല്ല. എന്ത് കൃത്യമായിട്ടാണ് സഹോദരങ്ങളെ ഞാനും നിങ്ങളും ഇന്ന് ലോകത്ത് അനുഭവിക്കുന്ന ആഫിയത്തിനെ കുറിച്ച്, സൗഖ്യത്തെക്കുറിച്ച്, ഐശ്വര്യത്തെക്കുറിച്ച്, സന്തോഷത്തെക്കുറിച്ച് മഹാനായ സ്വാലിഹ് ദിമഷ്കി റഹിമഹുല്ല തന്റെ മകന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, മോനെ, അവർക്കുണ്ടായിരുന്ന ഭൗതികമായ സുഖ സൗകര്യങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് മോനെ. അവരുടെ രഹസ്യങ്ങൾ പിച്ചിച്ചീന്തപ്പെട്ടിട്ടുണ്ട് മോനെ. അവരുടെ മുതുക് അടിച്ചു പൊളിക്കപ്പെട്ടിട്ടുണ്ട് മോനെ. ഇന്നും പ്രതിസന്ധികളിലൂടെ, പ്രയാസങ്ങളിലൂടെ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയാത്ത എത്ര ആളുകളുണ്ട്. എപ്പോഴെങ്കിലൊക്കെ ഒന്ന് യൂട്യൂബിലെടുത്ത് കുറേ റീൽസുകളും കുറേ സ്റ്റോറികളൊക്കെ ഇങ്ങനെ കാണുന്ന കൂട്ടത്തിലെ ഒന്ന് ബർമാന്ന് കൂടി നടിക്കണം കേട്ടോ. മ്യാൻമറിൽ നടിച്ചാലും മതി. പഴയ ബർമ തേക്കെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. പക്ഷേ ബർമയുടെ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പീഡിതമായ സാഹചര്യം അപ്പം നമുക്കറിയാം. പടച്ചോനെ,
ഞാൻ ഇന്ന് ഈ നാട്ടിൽ അനുഭവിക്കുന്ന ആഫിയത്ത് എന്താണ്, എൻ്റെ ശാരീരികമായ, മാനസികമായ, സാമ്പത്തികമായ, കുടുംബപരമായ സൗഖ്യം എത്രയാണ് എന്ന് തിരിച്ചറിയാൻ അതൊക്കെ നല്ലതാണ് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തത്തിനോടും കൂടെയിരിക്കുന്ന സ്വഹാബത്തിനോടും നിരന്തരമായി ഇപ്രകാരം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത്. വസല്ലല്ലാഹുൽ ആഫിയ, പ്രിയപ്പെട്ട സ്വഹാബ, ഞാൻ അല്ലാഹുവിനോട് ധാരാളമായി ആഫിയത്തിനെ ചോദിക്കുന്നുണ്ട് കേട്ടോ, സൗഖ്യം ലഭിക്കാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. രോഗമുക്തമായ ഒരു ശരീരം, ഒരു ജീവിതം എനിക്കും എൻ്റെ കുടുംബത്തിലും ഉണ്ടാകാൻ ഞാൻ അല്ലാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സ്വഹാബ, നിങ്ങളും അല്ലാഹുവിനോട് ധാരാളമായി ചോദിക്കണം കേട്ടോ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുക സഹോദരങ്ങളെ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിമ്പറിലേക്ക് കയറി നിന്നിട്ട് അദ്ദേഹം കരയാണ്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ സംസാരം തുടങ്ങി. ആ തുടങ്ങിയ സമയത്ത് ആമൽ അവ്വലി അലൽ മിമ്പർ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 1-ാം വർഷം അല്ലാഹുവിന്റെ ഹബീബ് ഈ മിമ്പറിൽ കയറുകയുണ്ടായി. അങ്ങനെ മിമ്പറിൽ കയറിയിട്ട് മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നിറകണ്ണുകളോടെ, കരയുന്ന കണ്ണുകളോടെ, വിറക്കുന്ന ശരീരത്തോടെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മിമ്പർ നിന്നുകൊണ്ട് പ്രകാരം പറഞ്ഞു, സല്ലല്ലാഹുൽ അഫ്വ വൽ ആഫിയ, അല്ലയോ സ്വഹാബ, നിങ്ങൾ അല്ലാഹുവിനോട് മാപ്പിനെ ചോദിക്കണം കേട്ടോ. കഴിഞ്ഞില്ല, നിങ്ങൾ അല്ലാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കണം കേട്ടോ. കാരണം ഫഇന്ന അഹദൻ ലം യുഅത ബഅദൽ യഖീൻ ഖൈറൻ മിനൽ ആഫിയ. പ്രിയപ്പെട്ട വിശ്വാസികളെ, യഖീനിന് ശേഷം, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ദൃഢവിശ്വാസത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് നൽകിയത് ആഫിയത്ത് പോലെയുള്ളൊരു അനുഗ്രഹം, ഒരു സംഭവം മറ്റൊന്നുമില്ല എന്ന് പഠിപ്പിക്കാൻ. ഒരു വിശ്വാസിക്ക് ആദ്യം കിട്ടേണ്ടത് എന്താണ്? യഖീനാണ്. രണ്ടാമത്തെ അനുഗ്രഹം എന്താണെന്നറിയോ? ആഫിയത്താണ് സഹോദരങ്ങളെ. അതിനേക്കാൾ വലുതായി ഒന്നുമില്ല. നമ്മൾ വിചാരിക്കാണ് ഞാൻ പോകുന്ന കാറാണ് എനിക്ക് കിട്ടിയ ആഫിയത്ത്, ഞാൻ താമസിക്കുന്ന വീടാണ് എനിക്ക് കിട്ടിയ ആഫിയത്ത്, എൻ്റെ കുടുംബമാണ് എൻ്റെ ആഫിയത്ത് എന്ന് നമ്മൾ വിചാരിക്കുക. അല്ല, ആരോഗ്യമുള്ള ഈ ശരീരം ഉണ്ടല്ലോ, വലിയ പ്രശ്നങ്ങളോ ആശങ്കകളോ വരാത്ത ഈ ശരീരം, അതാണ് ഏറ്റവും വലിയ ആഫിയത്ത്. സഹോദരങ്ങൾ, ഈ അടുത്ത ദിവസമാണ് UP സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി മരണപ്പെട്ടത്. മസ്തിഷ്ക രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടത്. കാരണം ഡോക്ടർമാർ പറഞ്ഞതറിയോ, ആ കുട്ടി ഏതോ സമയത്ത് കുട്ടിക്കാലത്ത് തൊട്ടടുത്തുള്ള കുളത്തിൽ പോയി കുളിച്ചതാണ്. ആ കുളത്തുനിന്ന് കുളിക്കുമ്പോൾ അണുബാധ ചെവിയിലൂടെ കയറിയതാണ്. അത് കയറിയിട്ട് തലച്ചോറിലെത്തി, തലച്ചോറിൽ പണി തുടങ്ങി, പ്രശ്നമായി. അങ്ങനെയാണ് ആ കുട്ടി മരിക്കുന്ന. സഹോദരങ്ങളെ, നമ്മളൊരു ദിവസം എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ, ആ ആക്ടിവിറ്റീസുകൾക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയാൽ എന്ത് ചെയ്യാൻ പറ്റും സഹോദരങ്ങൾ? അപ്പോൾ നമ്മൾ അധികം ഒന്നും ചിന്തിക്കണ്ട, അധികം ഒന്നും നമ്മൾ ആഗ്രഹിക്കണ്ട. അല്ലാഹു നമുക്ക് നൽകിയ ഈ ശാരീരികമായ അവസ്ഥ ഉണ്ടല്ലോ, ആ നന്മ, ആ ആഫിയത്ത്, ആ സൗഖ്യം, അതിനെ മുറുകെ പിടിച്ചുകൊണ്ട്, അതിന് അല്ലാഹുവിനോട് ധാരാളമായി നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് സഹോദരങ്ങളെ ജീവിക്കാൻ കഴിയാന്നുള്ളതാണ് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നൽകിയ ഏറ്റവും വലിയ സൗഖ്യം. ആ സൗഖ്യത്തിന് നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ അമൽ സ്വാലിഹാത്തുകൾ കൊണ്ട്, ദിക്ർ, ദുആ, സ്വലാത്തുകൾ കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാനാണ് വിശ്വാസികൾ എന്ന നിലക്ക് ഞാനും നിങ്ങൾ പരിശ്രമിക്കേണ്ടത്. അത്തരത്തിലുള്ള മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുചരന്മാർക്ക് ഇപ്രകാരം പഠിപ്പിച്ചു കൊടുത്ത രംഗം നമുക്ക് കാണാൻ സാധിക്കും. മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ജസദിഹി ഇൻദഹു ഖൂത് യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആർക്കെങ്കിലും ഒരു ദിവസം തൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ താമസ സ്ഥലത്ത് നിർഭയത്വത്തോടുകൂടി, പ്രയാസങ്ങളില്ലാതെ, പ്രതിസന്ധികളില്ലാതെ സുരക്ഷിതമായി താമസിക്കാനുള്ള സൗഭാഗ്യം കിട്ടുകയാണെങ്കിൽ, ഇനി അതുമല്ല അവൻ്റെ ശരീരത്തിന് സൗഖ്യം ലഭിക്കുകയാണെങ്കിൽ, രോഗമില്ലാത്ത, ശാരീരികമായ വേദനയോ ശാരീരികമായ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാത്ത ആഫിയത്ത് ലഭിക്കുകയും ചെയ്യുകയാണ്. മാത്രമല്ല, ഒരു നേരത്തെ വയറ് നിറച്ച് ഉണ്ണാനുള്ള ആഹാരം കിട്ടിയാൽ, ഭക്ഷണം ലഭിക്കുകയാണെങ്കിൽ, അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ആ മനുഷ്യന് ഈ ദുനിയാവ് മുഴുവനും
ആ ദുനിയാവിലെ സകലമായ ഐശ്വര്യങ്ങളും ലഭിച്ചവന് തുല്യമാണ് എന്നാണ്. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. സഹോദരങ്ങളെ, നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വഴിയോരങ്ങളിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും പാലത്തിൻ്റെ അടിയിലൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാണ് സഹോദരങ്ങളെ. നാടോടികളായ ആളുകൾ ടെന്റ് കെട്ടിയിട്ട് താമസിക്കുന്നത്, സാരി വലിച്ചു കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന രംഗമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക സഹോദരങ്ങളെ. നമ്മളൊക്കെ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. ചോർച്ചയില്ലാത്ത, വെള്ളം ഉള്ളിലേക്ക് വരാത്ത, വെയിലടിക്കാത്ത, പ്രകാശം വരാത്ത, ചൂട് വരാത്ത നല്ല സുന്ദരമായ വീട്ടിൽ താമസിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടുള്ള സഹോദരങ്ങളെ, അല്ലേ? നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ കഴിയുന്ന, ഔറത്ത് മറക്കാൻ കഴിയുന്ന, മറ്റു ആളുകൾക്കിടയിൽ ഇറങ്ങി നടക്കുമ്പോൾ ഭംഗി തോന്നിപ്പിക്കുന്ന നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം തന്നില്ലേ? ചോറിലുള്ള വറ്റിൻ്റെ എണ്ണത്തിനേക്കാണ് ഗുളിക കഴിക്കുന്ന ആളുകളുണ്ട് ഓരോ നേരവും. അൽഹംദുലില്ലാഹ്, എത്ര പ്രാവശ്യം പറയും ഞാൻ നിങ്ങൾ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് എത്ര തവണ പറയണ സഹോദരങ്ങളെ. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ നിങ്ങൾ ജീവിക്കുന്ന ഒരു ദിവസം നമ്മുടെ വീട്ടിൽ നല്ല സ്വസ്ഥതയോടെ ജീവിക്കാൻ കഴിയുക, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആഫിയത്തുണ്ടാകുക, ആ ജീവിതത്തിന്റെ ദിവസത്തിൽ നല്ല രുചികരമായ ഭക്ഷണം കഴിക്കാൻ കഴിയുക എങ്കിൽ അതാണ് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പത്ത്, ഐശ്വര്യമെന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബാ കിറാമകൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തതായി അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ സഹോദരങ്ങളെ, കാന മിൻ ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരന്തരമായ പ്രാർത്ഥനകളിൽ അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖമതിക വജമീഇ സഖതിക എന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു. എന്താ സഹോദരങ്ങളെ, അല്ലാഹുവേ, നിന്റെ അനുഗ്രഹം നീങ്ങിപ്പോകുന്നതിൽ നിന്നും, നീ നൽകിയ എൻ്റെ ശാരീരികമായ കുടുംബപരമായ ആഫിയത്ത് നീങ്ങിപ്പോകുന്നതിൽ നിന്നും, എൻ്റെ ജീവിതത്തിലേക്ക് പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുകയാണ് റബ്ബേ. മാത്രമല്ല നിന്റെ കഠിനമായ കോപത്തിൽ നിന്നും ഞാൻ നിന്നോട് സംരക്ഷണം ചോദിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. മാത്രമല്ല 2 സുജൂദുകൾക്കിടയിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥന നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നില്ലേ? അല്ലാഹുമ്മ അഗ്ഫിർലി വർഹംനി വഅഫിനി. അല്ലാഹുവിനോട് പറയാണ് വഅഫിനി, അല്ലാഹുവേ, എൻ്റെ ശാരീരികമായ, എൻ്റെ കുടുംബപരമായ, ഞാൻ ജീവിക്കുന്ന നാട്ടിലുള്ള അവസ്ഥകളിൽ എന്തൊക്കെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളുണ്ടോ, അസ്വസ്ഥതകളുണ്ടോ, വേദനകളുണ്ടോ, അതിൽ നിന്നെല്ലാം എനിക്ക് നീ സുരക്ഷ നൽകണേ, ആഫിയത്ത് നൽകണേ, സൗഖ്യം നൽകണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതായി സഹോദരങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത മറ്റൊരു പ്രാർത്ഥനയിൽ പ്രകാരം കാണാൻ സാധിക്കും: അല്ലാഹുമ്മ അഗ്ഫിർലി വർഹംനി വഅഫിനി വർസുഖ്നി. എന്നിട്ട് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വയജ്മഉ അസാബിഅഹു ഇല്ലൽ ഇബ്ഹാം, ഈ തള്ളവിരലൊഴികെ ബാക്കി എല്ലാ വിരലും അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ അടിപ്പിച്ച് പിടിച്ചു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ പ്രാർത്ഥന നിങ്ങൾ ആരെങ്കിലും ഈ രൂപത്തിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ദുനിയാവും ആഖിറവും ഒരുമിച്ച് നന്നാക്കി തരുന്ന, അങ്ങനെ ആഫിയത്ത് നന്നാക്കിയെടുക്കാൻ, ആഫിയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള ഒട്ടനവധി പ്രാർത്ഥനകൾ, നിത്യേനയുള്ള രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി. അല്ലാഹുവിനോട് ചോദിക്കാൻ, നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും, അല്ലാഹുവിൻ്റെ കേൾവി, എൻ്റെ കാഴ്ച, എൻ്റെ ചിന്ത, എൻ്റെ ശരീരം, എല്ലാത്തിനും നീ ആഫിയത്ത് തരണേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫിദ് ദുനിയ വൽ ആഖിറ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫീ ദീനി വദുനിയായ വഅഹ്ലി വമാലി. എൻ്റെ ശരീരത്തിനും, എൻ്റെ ദീനിനും, എൻ്റെ ജീവിതത്തിനും, എൻ്റെ കുടുംബത്തിനും, എൻ്റെ സമ്പത്തിനും, എല്ലാത്തിലും നീ എനിക്ക് ആഫിയത്ത് തരണേ എന്ന്
അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രംഗം നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ ആഫിയത്ത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറുതോ വലുതോ അതിന് അല്ലാഹുവിനോട് നന്ദി കാണിക്കാൻ, ശുക്ർ ചെയ്യാൻ, അമലു സ്വാലിഹാത്തുകൾ പ്രവർത്തിക്കാൻ, നമ്മുടെ നിലപാടുകളിൽ നമ്മുടെ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കാൻ, എല്ലാ രംഗങ്ങളിലും അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള നന്മകൾ ചെയ്യാൻ വിശ്വാസികൾ എന്ന നിലക്ക് ഞാൻ നിങ്ങൾ പരിശ്രമിക്കുക. അത്തരത്തിലുള്ള മുത്തഖീങ്ങളിൽ മുവഹിദീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമുക്ക് കിട്ടിയ ആഫിയത്തിൽ, സൗഖ്യത്തിൽ, ശാരീരികമായ നന്മകളിൽ അല്ലാഹുവിനോട് ശുക്ർ ചെയ്തുകൊണ്ട്, നന്മയോടെ അല്ലാഹുവിന്റെ സാമീപ്യം ആഗ്രഹിച്ചുകൊണ്ട്, നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന മുത്തഖീങ്ങളിലും മുവഹിദീങ്ങളിലും മുഹ്സിനീങ്ങളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ പാപങ്ങൾ കരുണാമയനായ റബ്ബേ നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ, നാടുകൂട്ട നരകത്തിലേക്ക് മറ്റൊരു കൂട്ട സ്വർഗത്തിലേക്ക് മാനയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തഖീങ്ങളിൽ മുവഹിദീങ്ങളിൽ ഞങ്ങളെ ഏവരും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, മനുഷ്യരെയും കല്ലുകളെയും ഒരുപോലെ കത്തിച്ച് പരിപാലിക്കുന്ന കഠിന കഠോരമായ നരകാഗ്നിയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും വിശ്വാസികളായ ആളുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ സ്നേഹനിധികളായ വാത്സല്യനിധികളായ മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ, ഞങ്ങളുടെ നേതാക്കന്മാർ, പണ്ഡിതന്മാരായ ആളുകൾ, അവരുടെ എല്ലാവരുടെയും കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ആ കബറിടത്തിൽ നീ പ്രകാശം പരത്തണേ റബ്ബേ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട്, ശാരീരികമായ അസ്വസ്ഥതകൾ കൊണ്ട്, വേദനകൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവർക്ക് നീ ആശ്വാസവും സമാധാനവും ശിഫയും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ അകപ്പെട്ടുകൊണ്ട് നിരാശപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നീ ആശ്വാസവും സമാധാനവും ഹലാലായ മാർഗത്തിൽ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ദൂരീകരിക്കാനുള്ള സാഹചര്യവും ഒരുക്കി കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين ورحمتك يا أرحم الراحمين.